ഞാനായിട്ടൊരു കുഴപ്പമില്ല. അമ്മയായിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ ഇടാറുണ്ട്. ആര് ഞാൻ എങ്ങനെ അമ്മയെടുത്ത് ചെന്ന് ഇങ്ങനെ പറയാം? എന്താ പൂമ്പാറ്റ് ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കണ? എന്താ വിഷമിച്ചിരിക്കണ? എന്താ പറ്റിയേ? അവൻ പറഞ്ഞതിന് ഇഷ്ടമാണോ? ഇപ്പൊ നമ്മള് വീട് വെച്ച് തരുന്ന കാര്യം അപ്പോഴാണ് KHDC വന്ന് അവരോട് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തോളാം ഫിറോസിക്ക. അപ്പം സ്ഥലമില്ലല്ലോ. ആർക്കും തന്നെ ഈ രേണുസുതിയെ കണ്ണെടുത്ത് കണ്ടൂടാ എന്നാണ് പറയുന്നത്. എങ്ങനെയാ കാണുക? ഇതല്ലേ സ്വഭാവം. ഈ ഭർത്താവ് സുധിയുടെ ചേട്ടൻ നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിന് അവർ തന്നെ പറഞ്ഞതാണ്, അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അവൾ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മളെ അളക്കരുത്. അവളെപ്പോലെ ഒരു നുണച്ചി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് അവർ പറയുന്നത്. അവർ അടുപ്പിക്കത്തും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരങ്ങോട്ട് അടുപ്പിക്കത്തും ഇല്ലെന്ന് പറഞ്ഞു. അവൾ ഒരുത്തിയാണ് ഈ സുധിയുടെ ജീവിതം ഇത്രയാക്കിയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അവൾ കാണിച്ചു കൂട്ടുന്ന നോക്കിയിട്ട് നമ്മളോട് ആരും ഒന്നും പറയാൻ വരരുത്. അവളായി അവളുടെ ജീവിതമായി അവിടെ പാടായി. നമുക്ക് ആകെ ആ കൃതപ്പനോടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് അവരെല്ലാവരും പറയുന്നുണ്ട്. പിന്നെ ഇവൾ കാണിക്കുന്ന മുഴുവൻ പട്ടി ഷോയാണ്. ഷോ പക്ഷേ എങ്കിൽ ഇതിനകത്തെല്ലാം പെട്ടുപോകുന്ന ആ പാവൻ 2 പിള്ളേരാണ്. ആ കൃതപ്പനെ അവൾ നോക്കുന്ന പോലുമില്ല. കിച്ചുവിൻ്റെ അവസ്ഥ കണ്ടില്ലേ? കിച്ചു ഒന്നും പുറമേ കാണുന്ന പോലെയൊന്നും അല്ല. ആ ചെറുക്കനൊക്കെ ഇവളെ കൊണ്ട് മടുത്തിരിക്കുക. നാണം കെട്ടിട്ട് വെളിയിലിറങ്ങാൻ മേലാത്ത അവസ്ഥ. അവരുടെ വീട്ടുകാരോടൊന്നും പറയുന്നേക്കണം. വേണേ ഇപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ ഇവൾ വേറെ കുറേ തെളിവും കൊണ്ട് വരുമായിരിക്കും. അല്ലെങ്കിൽ ആ കിച്ചുവിനെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും, അല്ലെങ്കിൽ സുധിയുടെ ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും. ആരെ കൊണ്ട് എന്നെയൊക്കെ പറഞ്ഞ വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞാലും അവർ നമ്മളോട് പറഞ്ഞത് നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് കേട്ടതാണ്. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇനി നമ്മൾ കള്ളം പറഞ്ഞാൽ വിളിച്ചാലും നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല. പക്ഷേ ഇവള് പക്ക ഫ്രോഡെന്ന് വെച്ചാൽ പക്ക ഫ്രോഡാണ്. ഇവള് ഒതുങ്ങി ജീവിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് ജീവിക്കാം. പക്ഷെ ഇവള് സുധി മരിച്ചപ്പോൾ ഇവള് സ്വാതന്ത്ര്യത്തോടെ അങ്ങ് ഇറങ്ങിയിരിക്കുക. പക്ഷേ എങ്കിൽ ജീവിതം പോകുന്നത് ഈ പറയുന്ന കിച്ചുവിൻ്റെയും ആ റിതപ്പൻ്റെയും ജീവിതമായിരിക്കും പോകുന്നത്. ഇവിടെ വീട്ടുകാർക്ക് എന്താ, അവർക്ക് വലിയ വീട് കിട്ടി, കുറേ ഇവള് പോയി കൊണ്ടുവന്ന് കുറേ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്, അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്, അവർക്കതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പോകുന്ന ആ കിച്ചുവിന് ഇപ്പം അച്ഛനുണ്ടോ അമ്മയുണ്ടോ ആരുമില്ല. ഇവള് കിച്ചു എൻ്റെ മോനെന്ന് പറയുന്നുണ്ട്. ഇവളെന്തോ ചെയ്യുന്നത്? ഒരു കൊച്ചിന് സ്കൂൾ തുറന്നപ്പോൾ ബാഗ് പോലും മേടിച്ചു കൊടുക്കാൻ ഇല്ലാത്തവളാ കിച്ചുവിന് പോക്കറ്റ് മണി കൊടുക്കാൻ പോകുന്നു. ഇവള് പറയുന്നത് നട്ടാക്കുരുക്കാത്ത നുണകളാണ് പറയുന്നത്. ഇവളെപ്പോലെ ഒരു കള്ളി ഈ ലോകത്തില്ല. അതുകൊണ്ട് ഇവളിതെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങുന്നൊരു സമയം വരും. എല്ലാവരും താഴെ ഇടുന്നൊരു സമയം വരും. അന്ന് ഈ പറയുന്ന പ്രതീക്ഷയും കാണത്തില്ല, ഒരുത്തനും കാണത്തില്ല, ഇവിടെ വീടും കാണത്തില്ല, കൂടും കാണത്തില്ല, ഒന്നും കാണത്തില്ല. നിങ്ങളൊക്കെ പറയുന്ന പക്കാ സത്യമാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളിനി അവളെ എന്നൊക്കെ പറഞ്ഞാലും കുറേ പേര് ന്യായീകരിച്ചുകൊണ്ട് വരുമായിരിക്കും. അയ്യോ അവൾക്ക് ജീവിക്കണ്ടേ. എല്ലാവരും ഇങ്ങനെ കോപ്രായം കാണിച്ചിട്ടാണോ ജീവിക്കുന്നത്? ആരും കോപ്രായം കാണിച്ചിട്ടൊന്നുമല്ല ജീവിക്കുന്നത്. ഇവള് മാത്രമല്ല ഈ കോപ്രായം കാണിച്ച് കൂട്ടുന്നത്. ഉള്ള കാര്യമാണ് പറഞ്ഞത്. അവളെ ആർക്കും ഇഷ്ടമല്ലെന്നാണ്, ആർക്കും ഇഷ്ടമല്ല. ഇവളിങ്ങനെ കിടന്ന് ചേട്ടത്തി എന്നും വിളിക്കും, ചേട്ടൻ എന്നും വിളിക്കും. വെറുതെയാ, ഒന്നുമില്ല. അവർക്ക് ആർക്കും ഇഷ്ടമല്ല ഇവളെ. അസ്സലാമു അലൈക്കും. കൊല്ലം സുധിയുടെ അയൽക്കാരിയുടെ വാക്കുകളാണ് നമ്മളിപ്പോ കേട്ടത്. കൊല്ലം സുധിയുടെ ചേട്ടനിക്കായാലോ വൈഫിനായാലോ അമ്മയ്ക്കായാലോ കിച്ചുവിനായാലോ ആർക്കും തന്നെ ഈ രേണു സുധിയെ കണ്ണെടുത്ത് കണ്ടൂടാ എന്നാണ് പറയുന്നത്. എങ്ങനെയാ കാണുക? ഇതല്ലേ സ്വഭാവം. ഈ കിച്ചു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോസ് ഇട്ടിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ അത് കിച്ചു അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രേണുസുതി വന്നിട്ട് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ പോക്കറ്റ് മണിയായിട്ട് കിച്ചുവിന് ഇടയ്ക്കിടയ്ക്ക് ക്യാഷ് കൊടുക്കാറുണ്ട് എന്ന്. സ്വന്തം ഇളയ കുട്ടിക്ക് ആ ഒരു ബാഗ് വാങ്ങിക്കാൻ പോലും ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ ആളാണ് ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റ് മണിയായിട്ട് കിച്ചുവിന് പൈസ അയച്ചു കൊടുക്കുന്നത്. കുറെ ആൽബം വർക്കും പ്രൊമോഷൻ വർക്കും ഒക്കെ കിട്ടുന്നത് കൊണ്ട് ക്യാഷിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രൊമോഷന് പോയാൽ തന്നെ 10-15 ഒക്കെ കിട്ടുമായിരിക്കാം. പിന്നെ ഒരു ബാഗ് പോലും വാങ്ങിക്കാൻ ക്യാഷ് ഇല്ല എന്ന് പറയുന്നത് വെറുതെ ആണെന്ന് നമുക്കറിയാം.
പിന്നെ ഇടയ്ക്ക് എല്ലാവരും പറയുന്നുണ്ട് ഇത് 40-45 വയസ്സുള്ള തള്ളയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ രേണുവിനെ കുറെ പേര് ഇങ്ങനെ കളിയാക്ക വെറുതെ ഒക്കെ പറയാറുണ്ട്. അപ്പൊ അവർക്കല്ലേ ഉള്ളു മറുപടിയായിട്ട് ഇപ്പൊ രേണുസുതി ആധാറുമായിട്ട്, അപ്പൊ ആധാർ കാണിക്കുമ്പോൾ വയസ്സ് പിന്നെ പ്രശ്നമില്ലല്ലോ, കിളവിയാണ് തള്ളയാണ് എന്നൊന്നും പറയത്തില്ലല്ലോ. അതുകൊണ്ട് ആധാറും ഒക്കെ ആയിട്ട് രേണു ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഒറീസ സ്വദേശി അറസ്റ്റിൽ അങ്ങനല്ല ചെയ്യിപ്പിരിക്കുന്നത്, തലക്കടിച്ചു പത്മജയോ രേഷ്മ പി തങ്കച്ചൻ 1991. വേണ്ട അല്ല 40 വയസ്സ്, അവർക്ക് 40 വയസ്സുണ്ട്. അല്ല ഏജ് എങ്ങനെയാന്നാ പറയുന്നത്, എനിക്ക് 40-50 കാണിക്കാൻ പാടില്ലേ? എന്നാ സോറി, ക്ഷമിക്കാം, ആധാർ കാർഡ് കുഴപ്പമില്ല. പക്ഷെ ഇതിപ്പോ മനസ്സിലായി എല്ലാവർക്കും അല്ലെ? കാണിക്കാൻ പാടില്ലേ? പ്രശ്നമാണോ? വ്യക്തിവിവരങ്ങൾ പ്രദർശിപ്പിക്കാൻ ആണോ? നമ്മളതും ഇത് ചെയ്യാം. എങ്ങനെ അതായത് ചെയ്തോണെങ്കിൽ 1, 2, 3, 4, 5 രേഷ്മ പി തങ്കച്ചൻ, അതാണ് രേണു സുധിയുടെ യഥാർത്ഥ പേര്. ഒരു 34-35 വയസ്സുണ്ട്. ഇപ്പൊ പ്രായം കൂടിയാലെന്ത് കുറഞ്ഞാലെന്ത്, നേരെ ചുവ ജീവിച്ചാൽ അവർക്കും ഉള്ള. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏറിൽ കിടന്ന് ആടിക്കളിക്കാം, അത് തന്നെ മെച്ചം. ഇല്ല, ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല, എന്റെ നമ്പരൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ വേറെ ആൾ മുഖേന്റെ പപ്പയാണ് തോന്നുന്നു കോണ്ടാക്ട് ചെയ്യുന്നത്. അവര് ചെയ്തൊക്കെ നല്ല കാര്യം കേട്ടോ, അങ്ങനെ ഒരിക്കലും നമ്മള് നെഗറ്റീവ് പറഞ്ഞില്ല. ചോരുന്നുണ്ട്, അല്ലാതെ ആ വീട് വലിയൊരു വീട് തന്നെയാണ്, ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. വീട് കയറി കിടക്കാമല്ലോ, നമുക്ക് വാടക ഒന്നും കൊടുക്കാതെ അവര് തന്ന വലിയൊരു ഉപകാരം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തത്. പിന്നെ ഞങ്ങൾ നിൽക്കുന്നതിനാണോ അറിയില്ല ഇവിടെ എല്ലാരും കിടന്നിപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു എങ്ങനെയും വല്ല വാടകയ്ക്ക് പോയാൽ, പക്ഷെ അതിനുള്ള കാശ് എന്റെ ഇല്ല. അതുകൊണ്ടാണ്, കാരണം ഈ കേട്ട് മടുത്ത് കുഞ്ഞുങ്ങളുടെ ഇവിടെ കുഞ്ഞിനെ ഇപ്പൊ ഒറ്റയ്ക്കാക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. അല്ല ഞാനിങ്ങനെ എനിക്ക് ഇതപ്പനെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല. കുഞ്ഞാണ്, അവന് 5 വയസ്സേ ഉള്ളൂ, 6 വയസ്സായില്ല, 5 വയസ്സിലാണ് നിൽക്കുന്നത്. ആ കുഞ്ഞിനെ ആ വീട്ടിനകത്ത് ഒറ്റയ്ക്ക് നിർത്താൻ ആർക്കെങ്കിലും പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിന്റെ പേര് ചേക്കാമേന്റെ മാക്സിമം കിട്ടും. പപ്പറ്റ് ദാനവല്ലേടി, ചവിട്ടി ദാനവല്ലേടി എന്നൊക്കെ പറഞ്ഞ് കുറെ കേൾക്കുന്നുണ്ട്. കുറച്ച് പൈസയൊക്കെ ആയിട്ട് എങ്ങനെയും വാടകയ്ക്ക് താമസിക്കണമെന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്തയുള്ളൂ. എനിക്കറിയില്ല എന്താ, മക്കളുടെ വീടാണ്, നമുക്ക് താമസിക്കാം. പക്ഷെ ഈ ആൾക്കാർ വെറുതെ ഓരോന്നും സത്യം അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അതിന്റെ ഒരു ചെറിയ വിഷമം. അതാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വലിയ ആളായിരുന്നോ ഒന്നും ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല. എന്താ പറയാ, എനിക്കൊരാൾ സ്നേഹത്തോടൊരു മുട്ടായി തന്നാൽ പോലും എന്നും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അവരെ പറ്റി ഓർക്കാറുണ്ട്. അവർക്ക് എന്നും നന്ദിയുള്ള ആളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത് എനിക്കറിയില്ല. ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒന്ന് ആകാൻ വേണ്ടിട്ട്, പക്ഷെ ഒരാളെങ്കിലും തിരിച്ചറിയാം. വളർച്ച എന്ന് പറയുന്നത് പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് എങ്ങനെ ഉണ്ടാവും അല്ലേ? ആവോ അറിയില്ല, ഉണ്ടാവട്ടെ എന്നല്ലാതെ, അങ്ങനെ ഉണ്ടാവരുതെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാനിപ്പോഴും എന്താ പറയാ, സുധിച്ചേട്ടന്റെ പേരിൽ അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ പേര് മുൻനിർത്തി ഞാൻ ബാക്കിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് ഇപ്പം അതിനകത്ത് വരും ജീവിച്ചാൽ അവർക്കും ഉള്ള. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏറിൽ കിടന്ന് ആടിക്കളിക്കാം.